അപ്പൊ ഞാനിവിടെ കസ്റ്റമർ ഡീറ്റെയിൽ പേജിൽ ചെന്നിട്ട് സെയിം ഒരു ലൈൻ ചാർട്ട് എടുത്തു. അതില് സ്റ്റാർട്ട് ഓഫ് വീക്കും ടോട്ടൽ കസ്റ്റമേഴ്സും കൊടുത്തിട്ട് ഒരു ചാർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഫോർമാറ്റ് നമുക്ക് കളേഴ്സ് ഒക്കെ മാറ്റാം. അതിനു മുമ്പ് നമ്മൾ ടൂൾ ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈൻ ചാർട്ട് എടുക്കാം. ഞാൻ ഡാഷ്ബോർഡിൽ ക്രിയേറ്റ് ചെയ്ത ലൈൻ ചാർട്ട് എടുക്കാണ്. നമ്മൾക്ക് ഇവിടെ ഒരു വാല്യൂല് മീൻസ് മൗസ് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ എന്താ, നമുക്ക് ആ ഒരു വാല്യൂ മീൻസ് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ കാണാൻ പറ്റും. ഇപ്പൊ ടോട്ടൽ റവന്യൂ ഇത്രയാണ്, കണ്ടോ? അപ്പം അതിന്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിപ്പോ എന്താ വൈറ്റ് കളർ ബോക്സിലാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് വേണമെങ്കിൽ ആ ഒരു ബോക്സിന്റെ കളർ ചേഞ്ച് ചെയ്യാം. അതിനുള്ളിൽ വരുന്ന വാല്യൂസിന്റെ കളർ ഫോണ്ട് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, സെയിം ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർമാറ്റില് പ്രോപ്പർട്ടീസ് എടുക്കാം. അതില് ടൂൾ ടിപ്സില് എന്താ ടൈപ്പ് ഡിഫോൾട്ട് കൊടുക്കുക. നെക്സ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റിൽ എന്താ കൊടുക്കേണ്ടത്? ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ലേബൽ കളറ്, വാല്യൂ കളറ്, ഡ്രിൽ ടെക്സ്റ്റ് ആൻഡ് ഐക്കൺ കളർ. ഇതൊക്കെ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ലേബൽ കളർ ഞാനിവിടെ വൈറ്റ് കൊടുക്കാണ്. വാല്യൂ കളറ് ബ്ലൂ കൊടുക്കാണ്. നെക്സ്റ്റ് ഡ്രിൽ ടെക്സ്റ്റ് ആൻഡ് ഐക്കൺ കളർ ഞാനിവിടെ വീണ്ടും വൈറ്റ് തന്നെ കൊടുക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തു. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പം ഒരു ബ്ലാക്ക് കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു ബോക്സിന്റെ കളർ അടക്കം ബോക്സിന്റെ ആയാലും വാല്യൂന്റെ ആയാലും ഒക്കെ കളർ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും ഫോർമാറ്റിൽ ആ ഒരു ഇതിന്റെ കളറും മാറ്റാൻ പറ്റും.